വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ 9 മിനിറ്റ് കൊണ്ട് നമ്മൾ 9 മാർക്ക് നേടാൻ വേണ്ടി പോവുകയാണ്. അതും 9 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടാനും വളരെയധികം സാധ്യത ഉള്ള ഒരു ഏരിയ തന്നെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അഥവാ MCQ. അപ്പോൾ തീർച്ചയായിട്ടും MCQ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യണം. കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് നമുക്കറിയാം ഉത്തരം അവിടെ തന്നെ ഉണ്ട്, ഓപ്ഷൻസിൽ ഉത്തരമുണ്ട്. കൃത്യമായി ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത് നമ്മൾ കറുപ്പിച്ചാലോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ടിക്കിട്ടാലോ, ഇത് നമ്മൾ സെലക്ട് ചെയ്താലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ കൃത്യമായി നോക്കുക. സോ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻ ചിലപ്പോൾ ശരിയായിട്ടൊക്കെ തോന്നും. സോ കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു എഫേർട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇതുപോലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതല്ലാതെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെനിസീലിയം. അപ്പോൾ നമ്മൾ പെനിസീലിയം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഫംഗസ്, ബി ആൽഗെ, സി ബാക്ടീരിയ ആൻഡ് ഡി ഈസ്റ്റ്. സോ പെനിസീലിയം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പെനിസീലിയം എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന ചാപ്റ്ററിൽ നമ്മൾ പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡിസ്കവറിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിംഗ് 1929 ഈ പറഞ്ഞിരിക്കുന്ന പെനിസിലിൻ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ആക്സിഡൻ്റലി കണ്ടെത്തിയതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ കൾച്ചർ ചെയ്യുമ്പോൾ അവിടെ പൂപ്പൽ വളർന്നു അല്ലേ. പെട്രി ഡിഷിൽ പൂപ്പൽ വളർന്ന കഥയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ വളർന്ന പൂപ്പൽ പെനിസീലിയം നൊട്ടേറ്റം എന്ന ഫംഗസ് ആയിരുന്നു എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫംഗസ്. സോ വളരെ പെട്ടെന്ന് ആ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചു. അടുത്ത ചോദ്യം, മലേറിയ. മലമ്പനിയാണ് മലേറിയ. സ്കോസ്റ്റ് വൈ. സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മലേറിയ കൊതുകാണ് നമ്മളെ ഉണ്ടാക്കുക, കൊതുകാണ് നമുക്ക് പരത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കൊതുക് എന്ന് പറയുന്നത് അവിടെ ഒരു വെക്ടറാണ്. മലേറിയ ഉണ്ടാക്കുന്ന കൊതുക് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കോസറ്റീവ് ഏജന്റ് ഏതാണെന്നാണ്. എ പ്രോട്ടോസോവൻ, ബി വൈറസ്, സി ആൽഗെ ആൻഡ് ഡി ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട്. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് മലേറിയ ഈസ് എ പ്രോട്ടോസോവൽ ഡിസീസ്. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമാണ് മലേറിയ. സ്കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ കോൾഡ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവനാണ് ഉണ്ടാക്കിയത് മലേറിയ. പ്ലാസ്മോഡിയം. ക്ലിയർ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഷ്റൂം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അല്ലേ. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മഷ്റൂം ബിലോങ് ടു ഡാഷ് കാറ്റഗറി. മഷ്റൂം നമ്മളെ കൂണുകൾ തന്നെ വിവിധ തരം കൂണുകളുണ്ട്. നമ്മൾ കഴിക്കുന്ന എഡിബിൾ കൂണുകളുണ്ട്, പോയിസണസ് ആയിട്ടുള്ള കൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ക്വസ്റ്റ്യൻ ഈസ് മഷ്റൂം ബിലോങ് ടു വിച്ച് കാറ്റഗറി? എ വൈറസ്, ബി ആൽഗെ, സി ഫഞ്ചൈ ആൻഡ് ഡി നൺ ഓഫ് ദീസ്. സോ തീർച്ചയായിട്ടും ഫഞ്ചൈ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഫഞ്ചൈ ആണ് ഇവിടുത്തെ ആൻസർ. മഷ്റൂം വരുന്ന കാറ്റഗറി ഫഞ്ചൈ ആണ്. ക്ലിയർ? റെഡി? അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, ഇവിടെ റൈസോബിയം എന്ന ബാക്ടീരിയത്തെ കുറിച്ച് പറയുന്നു. റൈസോബിയം ബാക്ടീരിയ എന്തിന് സഹായിക്കുന്നു? ഓപ്ഷൻ എ, ഹെൽപ്പ് ഇൻ ഡൈജഷൻ, ബി ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ, സി കോസ് വേരിയസ് ഡിസീസസ് ആൻഡ് ഡി ഓൾ ഓഫ് ദി എബോവ്. സി, റൈസോബിയം എന്ന ബാക്ടീരിയം ഷോയിങ് സിംബയോട്ടിക് അസോസിയേഷൻ, റൈറ്റ്? റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയം ഈസ് ഷോയിങ് symbiotic association with root nodules of leguminous plant. Yes or no? Yes. It's showing symbiotic association with root nodules. Correct? Root nodules of leguminous പയർവർഗ്ഗങ്ങൾ, leguminous plant. അപ്പോൾ leguminous പ്ലാന്റിൻ്റെ റൂട്ടിൽ ചെറിയ മുഴകൾ കാണാം, നൊഡ്യൂൾസ്. അപ്പോൾ അവിടെ വസിക്കുന്ന റൈസോബിയം എന്ന ബാക്ടീരിയം
നൈട്രജൻ ഫിക്സ് ചെയ്യാനാണ് സഹായിക്കുക. പ്ലാന്റ്സ് കനോട്ട് ഡയറക്ട്ലി യൂട്ടിലൈസ് നൈട്രജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫറിക് നൈട്രജൻ എന്ത് സംഭവിച്ചു? അറ്റ്മോസ്ഫറിക് നൈട്രജനെ മണ്ണിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചു. നൈട്രജൻ കോമ്പൗണ്ടുകളാക്കി മാറ്റുന്നത് ഇത്തരത്തിൽ നൈട്രജൻ ഫിക്സേഴ്സ് എന്നറിയപ്പെടുന്ന മൈക്രോബ്സ് ആണ്. അതിൽ വരുന്നതാണ് റൈസോബിയം. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ഇസ് ദി കറക്റ്റ് ആൻസർ. ഐ ഹോപ്പ് എവരിബഡി ഗോട്ട് ദിസ് കറക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പല ആവർത്തി ചോദ്യപേപ്പറിൽ വരുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ റൈസോബിയത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചു. ഇതല്ലാതെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിലും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോക്കായി ആർ ഷേപ്ഡ് ഡാഷ് ഷേപ്ഡ് ആണ്. ഏത് ഷേപ്പാണെന്നാണ് ചോദിക്കുന്നത്? കോക്കസ് ആണ് കേട്ടോ. കോക്കായി സിംഗുലറും പ്ലൂറലുമാണ്. അപ്പോൾ ഏത് ടൈപ്പ് ബാക്ടീരിയമാണ്? റൗണ്ട് ആണോ, റോഡ് ഷേപ്ഡ് ആണോ, കോമ ഷേപ്ഡ് ആണോ, സ്പൈറൽ ആണോ? നമുക്കറിയാം റൗണ്ട് അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്ഡ് ആണ്. സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയമാണെന്ത്? കോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇതെങ്കിൽ എല്ലാവർക്കും കിട്ടും അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ എന്നും, സ്പൈറൽ ആണെങ്കിൽ സ്പൈറലം എന്നും, റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ബാസില്ലസ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണ്? ആൽഗയാണോ, പ്രോട്ടോസോവയാണോ, വൈറസ് ആണോ, ഫഞ്ചൈ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അമീബ പ്രോട്ടോസോവയാണ്. അമീബ എന്താണ്? പ്രോട്ടോസോവൻസ് ആണ് കേട്ടോ. അമീബ എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് ആണ്. ആൽഗയല്ല, വൈറസ് അല്ല, ഫഞ്ചൈ അല്ല, അമീബ പ്രോട്ടോസോവനാണ്. കിട്ടിയോ? കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, മൈക്രോ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ, തീർച്ചയായിട്ടും ഒരുപാട് മൈക്രോ ഓർഗാനിസം യൂണിസെല്ലുലാർ ഉണ്ട്. യൂണിസെല്ലുലാർ അല്ലാതെ മൾട്ടി സെല്ലുലാറും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആർ യൂണിസെല്ലുലാർ ഓൺലി എന്ന് നമുക്ക് മാത്രം പറയാൻ പറ്റില്ല. മൾട്ടി സെല്ലുലാർ ഓൺലി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നൺ ഓഫ് ദീസും അല്ല. അപ്പോൾ എന്തായാലും ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ എന്ന് വേണമെങ്കിൽ പറയണം. ഫംഗസിൻ്റെ കേസ് പറയുമ്പോഴൊക്കെ മൾട്ടി സെല്ലുലാർ ആണ് കൂടുതൽ. അത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫഞ്ചൈ മാത്രമേ ഉള്ളൂ, അത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഈസ് ദ ഓൺലി വൺ യൂണിസെല്ലുലാർ ഫഞ്ചൈ. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈലത്തിൻ്റെ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈലത്തിൻ്റെ നിങ്ങൾക്കറിയാം എക്സ്ക്ലൂസീവ് 8ാം ക്ലാസ് CBSEക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചാണ് യോധ ബാച്ച്. അപ്പോൾ യോധ ബാച്ചിൽ നമ്മൾ ഇതെല്ലാം കലക്കി കുടിച്ചിട്ടുണ്ട്. യോധ ബാച്ചിൽ മക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഈസി പീസി 11 QC ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അടുത്തത് 8ാമത്തെ ചോദ്യം, സ്പൈറോഗൈറ ഫിലമെന്റസ് ആൽഗയാണ്. ഫിലമെന്റ് പോലുള്ള ആൽഗെ വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഫിലമെന്റസ് ആൽഗെ എന്ന് പറയുമ്പോൾ തന്നെ അത് ആൽഗയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സ്പൈറോഗൈറ ഈസ് എൻ ആൽഗെ. അതൊരു ആൽഗെ ആകുന്നു എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, സയന്റിസ്റ്റ് ഹു ഡിസ്കവർഡ് ഫെർമെന്റേഷൻ. ഇത് നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ ആണ് ഫെർമെന്റേഷൻ കണ്ടെത്തിയത്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.